വിദ്യാർത്ഥികളുടെ ഭാവിയിൽ കേസുകളുടെ നിഴൽ വീഴരുത് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിരോധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കാനാണ് വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച വിജയ് ഈ തീരുമാനത്തിലൂടെ വീണ്ടും കയ്യടി നേടുകയാണ്. എന്താണ് ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ പ്രതിരോധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ അറിയിച്ചു. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്നും രാജ്മോഹൻ വ്യക്തമാക്കി. ഈ തീരുമാനം വെറുമൊരു ഭരണ നടപടി മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നീറ്റ് പരീക്ഷയെ ചൊല്ലി തമിഴ്നാട്ടിൽ ഉയർന്നുവരുന്ന രാഷ്ട്രീയ നിലപാടിന്റെ തുടർക്കഥയാണിത്. നീറ്റ് UG 2026 പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങളും പുറത്തുവന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദർ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ സമരങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ നിലപാട് വ്യക്തമാണ്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏകീകൃത പരീക്ഷയായ നീറ്റ് ഗ്രാമീണ വിദ്യാർത്ഥികളെയും സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നവരെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം. കോച്ചിംഗ് സെന്ററുകളെ ആശ്രയിക്കാൻ കഴിയാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ മത്സരത്തിൽ പിന്നിലാകുന്നുവെന്നും സംസ്ഥാന ബോർഡുകളുടെ പഠനരീതിയും ദേശീയ പരീക്ഷാ മാതൃകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട അധികാരം സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്നും തമിഴ്നാട് സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്ക് നേരെയും തമിഴ്നാട്ടിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നത് അവരുടെ തുടർ വിദ്യാഭ്യാസത്തെയും തൊഴിൽ സാധ്യതകളെയും ബാധിക്കുമെന്ന വിമർശനം വിദ്യാർത്ഥി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാ കേസുകളും പിൻവലിക്കുകയാണെന്ന തീരുമാനം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നീറ്റിനെതിരായ എതിർപ്പ് പുതുമയുള്ള കാര്യമില്ല. 2017 നീറ്റ് നിർബന്ധമാക്കിയത് മുതൽ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. മെഡിക്കൽ പ്രവേശനം സംസ്ഥാന +2 മാർക്കിന്റെ അടിസ്ഥാനമാക്കിയാകണമെന്ന ആവശ്യം തമിഴ്നാട് വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. നീറ്റ് കാരണം ഗ്രാമീണ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും മെഡിക്കൽ പഠനത്തിനുള്ള അവസരങ്ങൾ കുറയുന്നുവെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം നിയമപരമായ നടപടി മാത്രമല്ല, നീറ്റിനെതിരായ തമിഴ്നാട് സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് വീണ്ടും ശക്തമായി പ്രഖ്യാപിക്കുന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. എന്നാൽ നീറ്റ് തുടരണോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെയും കോടതികളുടെയും പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ നീറ്റിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയവും നിയമപരമായ പോരാട്ടം ഇനിയും തുടരുമെന്ന് വ്യക്തമാണ്. നീറ്റ് എന്നത് വെറുമൊരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വർഷങ്ങളായി രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രാഷ്ട്രീയ ചർച്ചകളിലൊന്നാണ്. വിദ്യാർത്ഥികളുടെ ഭാവി, സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം, ദേശീയ പ്രവേശന സംവിധാനം, ഈ 3 വിഷയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്നും തുടരുന്നത്. ഇനി തമിഴ്നാടിന്റെ ഈ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങളെയും സ്വാധീനിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.